ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമീൻ ചമ്മന്തിയാണ്. ഉണക്കമീൻ ചമ്മന്തി പൊടിന്ന് ഉണക്കമീൻ ചമ്മന്തി എന്ത് വേണേലും പറയാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഉണക്കമീൻ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തായിരുന്നു ഇതിൻ്റെ പേര്? അടവ് മീനാണേ. സാധാരണ നമ്മൾ മാന്തൾ മീനും നമ്മുടെ മുള്ളൻ മീനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചതച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വറുത്തെടുത്ത് ചതച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുള്ള് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ ഇത് ചതച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് കുഞ്ഞുള്ളി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത്. കുഞ്ഞുള്ളി നമുക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി മാത്രം എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പിന്നെ കുഞ്ഞുള്ളി ഇത്രയേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിലവർ തേങ്ങ ഇടില്ല, പക്ഷെ ഞാൻ തേങ്ങ ഇടും. അപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കഴുത്തിലേക്ക് എണ്ണ വെച്ച് നിങ്ങൾ സൂക്ഷിക്കണം. വെള്ളമുള്ളതാകുമ്പോൾ കഴുത്തിലേക്ക് നല്ല മുഖത്തേക്ക് എണ്ണ തെറിക്കാതെ സൂക്ഷിക്കണം. ഇത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ മുള്ളൊന്നുമില്ല, മുള്ളെല്ലാം നമ്മൾ മാറ്റിയെടുത്തു. ഇതിന് ഭയങ്കര ഉറപ്പുള്ള മുള്ളാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചതച്ചിട്ട് മുള്ള് മാറ്റിയെടുത്തേ. നമ്മൾ മുള്ളൻ മീനും മറ്റേ മാന്തൽ മീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നത്തോലി മുള്ളനില്ല ഭയങ്കര മുള്ളില്ല. അത് വറുത്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ഇതുണ്ടാവില്ല, അത് പൊടിക്കുമ്പോൾ അങ്ങ് ഇതാക്കിയിട്ട് അതിൻ്റെയൊക്കെ മുള്ളടക്കം തിന്നാൻ പറ്റില്ല, മാന്തളിൻ്റെയും ഇതിൻ്റെയൊക്കെ. ഇത് ഭയങ്കര ഉറപ്പായതുകൊണ്ട് ഇത് പൊടിയൂല, അണ്ണാക്കി കുത്തി കയറും. അതുകൊണ്ടാണ് ഞാൻ ഈ മുള്ളെടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഇവർക്കിത് കൊടുക്കാൻ. നമ്മുടെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഉണക്കമീൻ. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉണക്കമീൻ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, വേറെ എണ്ണയൊന്നും എടുക്കണ്ട. ഇതിനകത്ത് എണ്ണയുണ്ട്. എണ്ണയിൽ തന്നെ നമുക്ക് കൊച്ചുള്ളിയും സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. കുറച്ച് ഉപ്പ്, ജസ്റ്റ് ഒന്ന് ഉപ്പ്. ഇതിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഈ സവാള വഴലാൻ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് ഉണക്കമീനകത്ത് ഉപ്പുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്, അതാണ് ഇതിൻ്റെ പോലെ ഇങ്ങനെ ചെറിയ കറിവേപ്പില. കറിവേപ്പില വളരാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ട് കഞ്ഞോളമല്ല. ഓ, പണ്ട് മുതലേ അറിയാം. എന്നിട്ട് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഒഴിക്കണ്ടേ? ഓ, സമയമില്ല, ഞാൻ ബിസിക്കണം.
ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുക്കും കേട്ടോ. നമ്മുടെ സവോളയും ഈ കുഞ്ഞുള്ളിയും കൂടെ കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എടുത്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ. സിമ്മിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു. എന്നെക്കാളും നല്ല അറിവുണ്ടാവും മറ്റുള്ളവർക്ക്, എന്നാലും പറഞ്ഞതാ. ഇനി നമുക്ക് അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉണക്കമീൻ കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. തേങ്ങ അധികം വറുത്ത് വരുമൊന്നും വേണ്ട. മുളക് കുത്തുന്നു. തേങ്ങ അധികം വറുത്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൊടികളെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പം ചിലവർ ഇതിങ്ങനെ തന്നെ തേങ്ങയും ഇത് ഉള്ളിയെല്ലാം ഇങ്ങനെ തന്നെ ചമ്മന്തി പോലെയൊക്കെ ആക്കി എടുക്കും. പക്ഷെ എനിക്ക് ഇതൊന്ന് മിക്സിക്കകത്തിട്ട് അടിക്കണം. എല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തി റെഡിയാവും. അടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ. മീനിനുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പ് അങ്ങനെ കുറച്ച് ഭയങ്കരമായിട്ട് ഉപ്പ് ഇടാൻ പറ്റത്തില്ല. നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാൻ പറ്റത്തുള്ളൂ. പുളി വേണ്ടവർക്ക് പുളി ഇടാം കേട്ടോ. ഞാനിപ്പോൾ പുളിയൊന്നും ഇടുന്നില്ല. പുളി വേണ്ടവർക്ക് വാളംപുളി ഇല്ലേ, നമ്മുടെ കോൽപ്പുളി, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, അത്രയും വേണ്ട, കുഞ്ഞി കഷ്ണം മതി, ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ. ഇത് നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. തൊണ്ടയിൽ മുളക് കൂത്തിയിട്ട് എന്തോ പോലെ. അപ്പം നമ്മുടെ മിക്സൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടാം. മിക്സിക്കകത്തല്ല, മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പണിയുന്നില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ഈ ഇത്തിരി എരിവ് ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ഒരു കുഴപ്പവും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചമ്മന്തിയും കൂടെ എടുക്കാം. എന്നിട്ട് നമുക്കിത് കഴിച്ചു നോക്കാം. കുറച്ച് ചമ്മന്തി എടുത്ത് ചോറിൽ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ്. ഒരിത്തിരി എരിവുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ എരിവ് ഈ ചമ്മന്തിയിൽ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല രസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പം ഞാനത് കഴിച്ച് തീർക്കട്ടെ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ടാറ്റാ.